ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു കോളിഫ്ലവറിൻ്റെ പൂ വെച്ച് ഉള്ള ഒരു ബജിയുടെ റെസിപ്പി ആണ്. അപ്പം അതിൻ്റെ തണ്ടിൽ നിന്ന് ഞാൻ ആ പൂവെല്ലാം വേർതിരിച്ച് എടുക്കുകയാണ്. പൂവെല്ലാം ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് ഞാനതൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ്. അതങ്ങോട്ട് ഊറ്റി മാറ്റി വെച്ച ശേഷം ഒരു തവി മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഒരു തവി എടുത്തു. ഒരു തവി കടലമാവ് കൂടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു തവി മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മൈദമാവ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാൻ ചേർത്തന്നേ ഉള്ളൂ. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് കായം കൂടി ചേർത്ത് കൊടുക്കാം കൂടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു തവി ദോശമാവുണ്ട്, അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് മാവ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ മാവൊന്ന് ഫ്ലഫി ആയിട്ട് കിട്ടാൻ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ചേർത്തത്. ബാറ്ററിനുള്ള പരുവത്തിനുള്ള ലൂസ് കിട്ടിയിട്ടില്ല. നമുക്ക് വെള്ളം കുറച്ചുകൂടി ചേർത്ത് മാവൊന്ന് ലൂസാക്കി എടുക്കാം. മാവ് ലൂസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പരുവം മതി. ഇനി നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ മാവിലേക്ക് ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് ഓരോ കോളിഫ്ലവർ വീതം ആ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലിട്ട് വേണമെങ്കിലും വറുത്ത് കോരിയെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അവരവരുടെ ഇഷ്ടത്തിന് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാനിതെല്ലാം ഇവിടെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. മാവുമായിട്ട് കോളിഫ്ലവറും കൂടെ പൂവും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ഗോൾഡ് വിന്നറിൻ്റെ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. എണ്ണ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. സൺഫ്ലവറോ പാം ഓയിലോ ഒക്കെ എടുക്കാം. ഞാനിപ്പോൾ ആ ഗോൾഡ് വിന്നർ ഒഴിച്ച് അത് എണ്ണയൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് മാവ് പുരട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്ന് വീതം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇട്ട് ഉടനെ ഇളക്കാൻ പോകരുത്. കുറച്ച് നേരം അത് അതിൽ കിടന്നൊന്ന് ഒന്ന് മൂത്ത് വരണം. ഇപ്പോൾ ഒരുവിധം ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ തിരിച്ചിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കത് ചുവനെ മൂപ്പിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ. നമ്മൾ മലക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പം ഇതേപോലെ കോളിഫ്ലവർ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. വെജിറ്റബിൾ കഴിക്കാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവരും കഴിച്ചുകൊള്ളും. മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആ ഇരുന്നതെല്ലാം അങ്ങനെ മൂപ്പിച്ച് കോരി എടുത്തിട്ടുണ്ട്. അവസാനം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കരിയാപ്പില കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇത് ലാസ്റ്റാണ്. അങ്ങനെ എല്ലാം കോളിഫ്ലവർ ഞാനിവിടെ വറുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം. എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.